കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ 2017 ഫെബ്രുവരി 15 മുതൽ 21 വരെ. ചരിത്രത്തിൽ ആദ്യമായി 104 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിച്ച ISROയുടെ വിക്ഷേപണ വാഹനം PSLV-C-37. അടുത്തിടെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഉയർന്ന താപവാഹക ശേഷിയും ഇലാസ്തികതയുമുള്ള റബ്ബർ തബ്ബർ. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ദക്ഷിണേഷ്യയിലെ ആദ്യ ട്രെയിനിംഗ് സെന്റർ സൗത്ത് ഏഷ്യ ട്രെയിനിംഗ് ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് സെന്റർ ആരംഭിച്ച സ്ഥലം ന്യൂഡൽഹി. അടുത്തിടെ പോത്ത് ഓട്ട മത്സരമായ കമ്പാലക് അനുമതി നൽകിയ സംസ്ഥാനം കർണാടക. സ്കൂളുകളിൽ വാലന്റൈൻ ദിനത്തെ മാതൃപിതൃ ദിവസ് ആയി ആചരിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ്. ITTF വേൾഡ് ടൂർ സംഘടിപ്പിക്കുന്ന പ്രഥമ ഇന്ത്യ ഓപ്പൺ ടേബിൾ ടെന്നീസിന്റെ വേദി ന്യൂഡൽഹി. ലോക ചെസ് ഫെഡറേഷന്റെ കാൻഡിഡേറ്റ് മാസ്റ്റർ പദവി ലഭിച്ച ഇന്ത്യൻ വിദ്യാർത്ഥി കുഷ് ഫഗത്. പാകിസ്ഥാന്റെ വിദേശകാര്യ സെക്രട്ടറി ആകുന്ന ആദ്യ വനിത തെഹ്മീന ജാൻജുവ. അടുത്തിടെ അന്താരാഷ്ട്ര നാണയമേള ആരംഭിച്ച സ്ഥലം തിരുവനന്തപുരം. അടുത്തിടെ US തായ്ലൻഡ് സംയുക്തമായി നടത്തിയ മിലിറ്ററി അഭ്യാസം കോബ്ര ഗോൾഡ് 2017. 2017 ദ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ ജിയോ എക്കണോമിക് ഡയലോഗിന് വേദിയായ നഗരം മുംബൈ. 2017 ന്യൂസിലാൻഡ് ഗ്രാൻഡ് പ്രിക്സ് നേടിയ ഇന്ത്യൻ മോട്ടോർ സ്പോർട്ട് താരം ജഹാൻ ദാരുവാല. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം ചൈന. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാൻ തീരുമാനിച്ച ഓസ്ട്രേലിയൻ താരം ആദം ഓജസ്. ഭിന്നശേഷിക്കാർക്കു വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര തൊഴിൽ പുനരധിവാസ പദ്ധതി കൈവല്യ. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റ് മനസ്വിനി കോട്ടയം. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകൻ TV പരശുറാം. തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി എടപ്പാടി K പളനിസ്വാമി. ഇന്റർനാഷണൽ ബാസ്കറ്റ്ബോൾ ഫെഡറേഷന്റെ ടെക്നിക്കൽ പ്രതിനിധിയായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ നോർമൻ ഐസക്. കാനഡയിലേക്കുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് വികാസ് സ്വരൂപ്. അടുത്തിടെ UK-യുടെ ധീരതാ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ ഷാൻ പനേസർ. 2017 എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 143. നെക്സ്റ്റ് ജെൻ ടെക്നോളജീസ് ഫോർ മൈനിങ് ആൻഡ് ഫ്യൂവൽസ് ഇൻഡസ്ട്രീസിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഹർഷവർദ്ധൻ ന്യൂഡൽഹി. ഇന്ത്യൻ സീഡ് കോൺഗ്രസ് 2017 ഉദ്ഘാടനം നിർവഹിച്ചത് രാധാമോഹൻ സിംഗ് കൊൽക്കത്ത. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ ആദ്യ തദ്ദേശീയ എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നെട്ര DRDO ആണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. ജയിലിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ മുഴുവനും ഡിജിറ്റൽ ആക്കുന്നതിനായി ഈ പ്രിസൺ പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ജമ്മു കാശ്മീർ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ B രാധാകൃഷ്ണൻ ആക്ടിംഗ്. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിയിലെ പുതിയ വൻകര സീലാൻഡിയ. അടുത്തിടെ ഓണററി ഡോക്ടറേറ്റ് പദവി ലഭിച്ച ഇന്ത്യൻ ഹോക്കി താരം സന്ദീപ് സിംഗ്.
മികച്ച മലയാള ചിത്രത്തിനുള്ള ജോൺ എബ്രഹാം പുരസ്കാരം നേടിയത് ഒറ്റയാൾ പാത. സ്കൂൾ കേരളയുടെയും കേരള സർവകലാശാല തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതി വിജയം സുനിശ്ചിതം. അടുത്തിടെ ഇന്ത്യയുമായി എയർ സർവീസസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ച രാജ്യം റുവാണ്ട. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ ചിലവിൽ നിയമവ്യവഹാരങ്ങൾ ലഭിക്കാനും നിയമസേവനം ഉറപ്പുവരുത്തുന്നതിനുമായി സുപ്രീം കോടതി ആരംഭിച്ച പദ്ധതി മിഡിൽ ഇൻകം ഗ്രൂപ്പ് സ്കീം. പശ്ചിമ ബംഗാളിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട ജില്ല കാലിംപോങ് 21ാമത് ജില്ല. 2117 ചൊവ്വയിൽ ആദ്യ നഗരം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം UAE. ഇന്ത്യൻ സായുധ സേനകൾക്ക് വേണ്ടി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അവതരിപ്പിച്ച പുതിയ വാർത്താവിനിമയ റേഡിയോ സ്റ്റാർസ് 5 MK3. ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ പായ് വഞ്ചി INS V തരിണി. ഇന്ത്യയിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി 7 മാസം നീണ്ടുനിൽക്കുന്ന യാത്ര ആരംഭിച്ച ട്രെയിൻ സയൻസ് എക്സ്പ്രസ് ട്രെയിൻ. അടുത്തിടെ ബ്രാൻഡ് ലോറിയേറ്റ് ലെജൻഡറി അവാർഡ് 2017 നൽകി ആദരിച്ച ഇന്ത്യൻ ഗായിക ലതാ മങ്കേഷ്കർ 2017 ICC വനിതാ ലോകകപ്പിന് വേദിയാകുന്നത് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. വാഹനങ്ങളിൽ നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി ടാറ്റ മോട്ടോഴ്സുമായി കരാറിൽ ഏർപ്പെട്ട IT കമ്പനി മൈക്രോസോഫ്റ്റ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹയായത് സുഗതകുമാരി. അടുത്തിടെ മഹാകവി ഉള്ളൂർ സ്മാരക അവാർഡിന് അർഹനായത് പ്രഭാവർമ്മ. ക്ലൗഡ് സാങ്കേതിക വിദ്യയിലൂടെ കാർഷിക വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച പുരോഗതി കൈവരിക്കുന്നതിനായി മൈക്രോസോഫ്റ്റുമായി ധാരണയിൽ ഏർപ്പെട്ട സംസ്ഥാനം ജാർഖണ്ഡ്. അടുത്തിടെ വാക്സിനുകളുടെ നിയന്ത്രണത്തിന് ലോകാരോഗ്യ സംഘടനയുടെ ഉയർന്ന റേറ്റിംഗ് ലഭിച്ച സ്ഥാപനം നാഷണൽ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. 2017 C-SPAN നടത്തിയ സർവേ പ്രകാരം അമേരിക്കയുടെ എക്കാലത്തെയും മികച്ച പ്രസിഡന്റുമാരിൽ ഒന്നാമത് എത്തിയത് എബ്രഹാം ലിങ്കൺ. അറബ് സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിനായി സംസ്ഥാന ടൂറിസം വകുപ്പും ലുലു ഗ്രൂപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതി എക്സ്പ്ലോർ കേരള. 2017 വനിതകളുടെ ഏഷ്യൻ റഗ്ബി 7 ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത് ഇന്ത്യ. അടുത്തിടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത കപ്പൽ ICGS ആയുഷ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി ഇന്ത്യ $340 മില്യൺ ധനസഹായം നൽകിയ രാജ്യം നേപ്പാൾ. 67ാമത് ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഫോറം വിഭാഗത്തിൽ ആർട്ട് സിനിമ അവാർഡ് നേടിയ ഇന്ത്യൻ ചലച്ചിത്രം ന്യൂട്ടൺ. അടുത്തിടെ ഇന്ത്യ വെറ്റിവർ നെറ്റ്വർക്ക് ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. അടുത്തിടെ അന്തരിച്ച വിദർഭയുടെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ജംബുവാൻ റാവോ ദോത്തെ. അടുത്തിടെ രാജിവെച്ച നാഗാലാൻഡ് മുഖ്യമന്ത്രി TR സെലിയാങ്. 2017 ലോക സാമൂഹിക നീതി ദിനത്തിന്റെ പ്രമേയം പ്രിവെന്റിംഗ് കോൺഫ്ലിക്റ്റ് ആൻഡ് സസ്റ്റെയിനിംഗ് പീസ് ത്രൂ ഡീസന്റ് വർക്ക്. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രിദി നാഗാലാൻഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനാകുന്നത് ഷുർഹോസെലി ലൈസീറ്റ്സു. സംസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഔദ്യോഗിക പദവിയിലിരിക്കുന്നവർ സംസ്ഥാനത്തിന് പുറത്തോ
രാജ്യത്തിന് പുറത്തോ വച്ച് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന നിയമം പാസാക്കിയ സംസ്ഥാനം ബീഹാർ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് മൈക്രോസോഫ്റ്റുമായി കരാറിൽ ഏർപ്പെട്ട ഇ-കൊമേഴ്സ് കമ്പനി ഫ്ലിപ്കാർട്ട്. ഒരൊറ്റ ബ്രാൻഡുമായി 100 കോടിക്ക് മുകളിൽ പരസ്യ കരാറിൽ ഏർപ്പെട്ട ആദ്യ ഇന്ത്യൻ കായിക താരം വിരാട് കോഹ്ലി. 2017 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം ടുവേഴ്സ് സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് ത്രൂ മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ. 2017 റോട്ടർഡാം ടെന്നീസ് കിരീടം നേടിയത് വിൽഫ്രെഡ് സോങ്ക, ഫ്രാൻസ്. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.